الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമികമായി നമ്മളെ പഠിപ്പിക്കപ്പെട്ട എല്ലാ ആരാധനകളിലും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ചില പ്രത്യേകമായിട്ടുള്ള ആദാബുകൾ, അതിന് ചില മര്യാദകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ മര്യാദകൾ നമ്മൾ പാലിക്കുന്നത് കൊണ്ടുള്ള ഗുണം, നമുക്ക് ഭൗതികമായ ഗുണങ്ങളുണ്ട് പല കാര്യങ്ങളിലും. ഭക്ഷണ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ നമ്മൾ പാലിക്കുമ്പോൾ അതിലെ വൃത്തിയും ശുചിത്വവും എല്ലാം ആ ഭക്ഷണം ആരോഗ്യകരമായി പരിണമിക്കുവാൻ തീർച്ചയായും സഹായകമായി തീരുന്നതാണ്. അതിലെല്ലാം ഉപരി നമ്മൾ ആ മര്യാദകൾ പാലിക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കാരണമായി തീരും. പല അദബുകളും നമ്മൾ പാലിക്കാതെ വരുമ്പോൾ നമ്മളൊരു ശല്യക്കാരനാവും. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളെക്കൊണ്ട് വേറെ ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ആദാബുകളെ ഏതായാലും നമ്മൾ ആ കർമ്മം ചെയ്യാണ്, അത് മര്യാദക്കും ഇസ്ലാം നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ കൂലി കിട്ടും. വലിയ വ്യത്യാസമാണ് ആ മര്യാദകൾ പാലിച്ച് ചെയ്യുന്നതും പാലിക്കാതെ ചെയ്യുന്നതും തമ്മിൽ പ്രതിഫലത്തിൽ വളരെ വലിയ വ്യത്യാസമാണ്. ചിലപ്പോൾ ചില മര്യാദകളൊക്കെ നമ്മൾ വിട്ടുപോയാൽ ആ അമല് തന്നെ കബൂൽ ചെയ്യാതെ അത് സ്വീകരിക്കപ്പെടാതെ പോകും. അപ്പൊ എത്ര വലിയ നഷ്ടമായിരിക്കും. പ്രവർത്തിച്ചിട്ടും പ്രതിഫലം കിട്ടാത്ത അവസ്ഥ വരും. മാത്രമല്ല, ആദാബുകളോടുകൂടി നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടും. ആ പ്രവൃത്തി ചെയ്തതിൽ നമുക്ക് അതീവമായ സംതൃപ്തിയും ചാരിതാർത്ഥ്യം ഏതൊരു വിഷയത്തിലുണ്ടല്ലോ ചെയ്തു കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുക. അത് ഓരോ കർമ്മങ്ങളും അതിൻ്റെ അദബുകളോടെ നിർവഹിക്കുമ്പോൾ, അതിൻ്റെ മര്യാദയോടെ നിർവഹിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും. ഉദാഹരണമായി അത് പറയാനുള്ള കാരണം നമ്മുടെ ജുമാ നമുക്ക് നിർബന്ധമാണ്. ഒരു പക്ഷെ പ്രായപൂർത്തിയായിട്ട് ഒരു ജുമാ പോലും യാത്രയുടെയോ ശർഈയായ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നഷ്ടപ്പെടുത്താത്തവരായിരിക്കും നമ്മളെല്ലാവരും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ ജുമുഅ നിർവഹിക്കുന്ന സമയത്ത്
അതിന്റെ ആദാബുകളെ പാലിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്കതിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് പാലിച്ചുകൂടാ? ഇപ്പോ എല്ലാവരും കുളിച്ചിട്ടാണ് ഇപ്പൊ ഒന്ന് വന്നിട്ടുണ്ടായി. പക്ഷെ നമ്മൾ ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത്? ഇന്ന് ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത്? എന്നും രാവിലെ നമ്മൾ കുളിക്കും. അപ്പൊ ഇന്നും നമ്മൾ കുളിച്ചു. എന്നാൽ രാവിലെ കുളിക്കുന്ന സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പൊ ജുമാക്ക് വേണ്ടിയുള്ള കുളിയാണ് എന്നൊരു നിയ്യത്ത് അത് മാത്രം മതി. വളരെ നിർബന്ധമായി നമ്മൾ ജുമാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കുളിക്കുന്നത് എന്തിനാണ്? മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജുമാക്ക് വേണ്ടി വിയർത്തൊലിച്ച് ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവന് ആ ജുമാ പൂർത്തിയാക്കാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ നമ്മൾ അദബ് പാലിച്ചില്ലെങ്കിൽ അത് വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതാണ്. ഏറ്റവും അധികം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്ക്. ഓരോ നിസ്കാരത്തിനും പറ്റുമെങ്കിൽ മിസ്വാക്ക് ചെയ്യുക. രാത്രി ഉറങ്ങും മിസ്വാക്ക് ചെയ്യുക. ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയ്യത്തിന്റെ പല്ലുകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും. അത്ര പ്രധാനമാണ്. ഒരാള് വായനാട്ടത്തോടുകൂടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ നിസ്കാരം എത്ര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എത്ര ചേർന്നാണ് നിൽക്കുന്നത്. അപ്പൊ കുളിക്കാതെ നമ്മൾ ആ വിയർപ്പോട് കൂടെ വരിക. ചിലപ്പോൾ നമ്മൾ കുളിച്ചാലും വിയർപ്പുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് സുഗന്ധം ഉപയോഗിച്ചിട്ട് നമ്മൾ വരിക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വലിയ പുണ്യം കിട്ടുന്നതും മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാകുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ആരാധനാ വേളകളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആരാധനാ വേളകളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളാകുന്ന വസ്ത്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഇത് നല്ല വസ്ത്രം. നഗ്നത കാണിക്കലാണ് സൗന്ദര്യം എന്ന് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ട് ഇപ്പൊ ട്രൗസർ ഇട്ട ആൾക്കാർ നടക്കുക. സഹോദരിമാര് ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോലെ തന്നെ ആണുങ്ങളും. സുഹൃത്തുക്കളെ, തൊട ഔറത്താണ്, കാണിക്കാൻ പറ്റില്ല പുരുഷൻ. ഈ ട്രൗസർ ഇടുന്ന സംസ്കാരം എവിടെ നിന്ന് കിട്ടുന്നതാണ്? നമ്മുടെ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഭംഗി, വസ്ത്രം ഉപേക്ഷിക്കുന്നതല്ല ഭംഗി. അപ്പോ ആരാധനാ സന്ദർഭങ്ങൾ ഏറ്റവും ഡീസന്റ് ആയിട്ടായിരിക്കണം. ആ സമയത്ത് പ്രത്യേകം നമ്മളോട് പറയും, ഇതൊരു മര്യാദ. മര്യാദകൾ പാലിക്കുക എന്നുള്ളത് ആരാധനാ സന്ദർഭങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു കാര്യം. അൽ ഗുസ്ലു യൗമൽ ജുമാഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയായ എല്ലാവർക്കും ജുമാഅത്തെ ദിവസം കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. വസ്സിവാക്, പല്ല് തേക്കലും. വയമസ്സു മിനത് ത്വയ്യിബി മാ ഖദറ അലൈഹി, അവന് കഴിയുന്നത്രയും അവൻ സുഗന്ധം ഉപയോഗിച്ച് വരലും അതിൽപ്പെട്ടതാണെന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഇന്ന മിനൽ ഹഖ്ഖി അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് അവരുടെ കടമയിൽപ്പെട്ടതാണ് അൻ യഗ്തസില അഹദുഹും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ എന്ത് ചെയ്യണം? കുളിക്കാം. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതകളിൽപ്പെട്ടതാകുന്നു എന്ന് ഇമാം തുർമുദിന്റെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കളെ, എത്ര കുറഞ്ഞ സമയം നമുക്ക് ജുമുഅക്കുള്ളൂ. അപ്പൊ നമ്മളൊക്കെ നമ്മളിപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്, എല്ലാവരും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ആളുകൾ എത്തിയിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ബാങ്ക് കഴിഞ്ഞിട്ട് വരുന്നവരും നിസ്കാരത്തിന്റെ സമയത്തും വരുന്നവരൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. എന്നാലും നമ്മൾ നേരത്തെ വരുന്നതിന്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതാക്കാന യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅന്റെ ദിവസം ഇതാക്കാന യൗമുൽ ജുമുഅത്തി കഅദത്തിൽ മലായികത്തു അലാ അബ്വാബിൽ മസ്ജിദ്, പള്ളിന്റെ കവാടങ്ങളിൽ മലക്കുകൾ ഇരിക്കുന്നതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫയക്തുബൂന അന്നാസ്, വരുന്ന ജനങ്ങളൊക്കെ ഏത് സമയത്ത് വന്നു എന്ന് കൃത്യമായി അവർ രേഖപ്പെടുത്തും. മൻ ജാഅ മിനന്നാസി അലാ മനാസിബ്, ഓരോരുത്തർക്കും അവന്റെ സ്ഥാനത്തിനനുസരിച്ചുണ്ടായിരിക്കും, ആ വരവിനനുസരിച്ചിട്ടായിരിക്കും. ഫറജുലുൻ ഖദ്ദമ ജസൂറൻ, നേരത്തെ വന്നാൽ ഒരു ഒട്ടകത്തെ അർത്ഥ പ്രതിഫലമാണ്, അത്ര പ്രതിഫലം. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു? അത് ബക്കറത്തായി, പശുവായി. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ അത് ഷാത്തായി, ഒരാടായി. പിന്നെ അത് കഴിഞ്ഞാലോ ഒരു ദജാജത്തായി, ഒരു കോഴിയായി, അല്ലെങ്കിൽ ഒരു പക്ഷിയായി, ഉസ്ഫൂറായി, അല്ലെങ്കിൽ വറജുലുൻ ഖദ്ദമ ബൈളത്തൻ, അല്ലെങ്കിൽ ഒരു മുട്ട. നോക്കൂ നിങ്ങൾ, വളരെ നമ്മൾ ആ പുറപ്പെടുന്നതിൽ വരുന്ന ഒരു സമയ വ്യത്യാസം കൊണ്ട് നമുക്ക് എത്ര പ്രതിഫലമാണ് നൽകുന്നത്. ഇത് അദ്ദനൽ മുഅദ്ദിൻ, പിന്നെ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജലസൽ ഇമാം അലൽ മിമ്പർ, മിമ്പറിൽ ഇമാം ഇരുന്നു കഴിഞ്ഞാൽ തുവിയത്തിസ്വ, ഏടുകൾ അടക്കും മലക്കൾ എഴുത്ത് നിർത്തും. വദഖലുൽ മസ്ജിദ് യസ്തമിഊന ദിക്ർ, എന്നിട്ട് അവർ ദിക്ർ, ഈ ഉത്ബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി മലക്കുകൾ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. പിന്നെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
ചില ആളുകൾ പള്ളി കയറി കഴിഞ്ഞാൽ ആ കുത്തുപടങ്ങിയില്ലേ, ബാങ്ക് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ എന്താ നിസ്കരിക്കുക വെച്ച് നേരെ വന്നിരിക്കും. ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 റക്അത്ത് നിർബന്ധമായും നമ്മൾ നിസ്കരിച്ചിരിക്കണം എന്നാണ്. ഇദാ ജാഅ അഹദുക്കും യൗമൽ ജുമുഅത്തി വഖദ് ഖറജൽ ഇമാം ഫൽയുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈഖുൽ ഖത്ഫാനി എന്ന് പറയുന്ന സ്വഹാബി പള്ളിയിൽ വന്നു. 2 റക്അത്ത് നിസ്കരിക്കാതെ അദ്ദേഹം ഫഖഅദ സുലൈഖ് ഖബല അൻ യുസല്ലിയ, നിസ്കരിക്കാതെ ഇരുന്നു. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞു, അറക്കഅത്ത റക്അത്തൈനി, നീ 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കും ഫറക്കഹുമ, നീ എഴുന്നേറ്റ് ആ 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അത് അത്രയും പ്രധാനമാണ്, ആ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരു നീയത്തോടു കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ലാ യുഖീമന്ന അഹദുക്കും അഖാഹു യൗമൽ ജുമുഅത്ത്. ഒരാളിങ്ങനെ ജുമുഅക്ക് നേരത്തെ വന്നൊരു സീറ്റ് പിടിച്ചിരിക്കുമ്പോൾ അയാളെ നമ്മോടൊന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. മറിച്ച് നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റുന്നൊരു എഴുന്നേൽപ്പിച്ചിരിക്കാൻ പറ്റില്ല. ഇഫ്സഹു എന്ന് പറയാൻ പറ്റും, ഒന്ന് നീങ്ങിയിരിക്കും, ഒന്ന് വിശാലമാക്കൂ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കുന്നതിന് വിരോധമില്ല. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ ചുമലുകൾ ചാടിക്കടന്നു വന്ന് നമ്മൾ ഇരിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ളൊരു അനുവാദമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, 1ാമത്തെ സ്റ്റെപ്പിൽ ഒരു വിടവ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിടവ് നികത്താൻ വേണ്ടി അയാൾക്ക് വരാം. ഒരു വിടവും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക, ചാടിക്കടന്ന ആൾക്കാരൊക്കെ ചാടിക്കടന്ന് നമ്മൾ വരുന്നത്. അങ്ങനെ വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ്, ചാടിക്കടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഇരിക്ക്. ഫഖദ് ആദൈത, നീ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, ദ്രോഹമാണെന്നാണ്. അപ്പോ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ, അതുകൊണ്ട് ആദ്യം വന്നവനിൽ ബാധ്യത ഉണ്ട് തരൂ. എവിടെയെങ്കിലും മുന്നിൽ ഒരു സ്റ്റെപ്പിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവൻ അവിടെ കയറി ഇരിക്കണം. അവൻ അവിടെ കയറി ഇരിക്കാത്തത് കൊണ്ടാണ് ബാക്കിൽ നിന്നുള്ള ഒരാൾ ധാരാളം ആളുകളുടെ ചുമലുകൾ ചാടിക്കിടന്ന് ആ സ്റ്റെപ്പിലേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ട് ഈ ഹദീസിന്റെ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. ആ വരാനുള്ള കാരണം ഉണ്ടാക്കാനും പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പിലുള്ള ആളുള്ളെങ്കിൽ ആ പള്ളിയിൽ ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെ അവരെ കാണണം. ബാക്കി സ്ഥലങ്ങളിൽ എന്താണ് അടുത്ത 2ാമത്തെ സ്റ്റെപ്പിലാണ് ഇരിക്കണം. അതിനെന്ത് വലിയ പ്രതിഫലമാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കുമ്പോൾ ആ ജുമാന്റെ സമയം അത്രയും 1ാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ എവിടെ ഇരുന്നാലും കിട്ടൂല. അതൊരു മഹാഭാഗ്യമാണ്. എത്ര നേരത്തെ വന്നാലും അത് നഷ്ടമാവാത്തൊരു കാര്യം. അതേപോലെ തന്നെ സംസാരിക്കരുത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം തരൂ, ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും സംസാരിക്കാതിരിക്കേണ്ടതില്ല. നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ വരെ എന്ത് ചെയ്യും, സംസാരിച്ചിരിക്കും. എവിടെയും ആൾക്കാർ സംസാരിക്കും. എന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് ശീലമുള്ളതുകൊണ്ട് നമ്മൾ പള്ളിക്ക് വന്നാൽ അറിയാതെ സംസാരിക്കും. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തല്ലാരോ ഈ നേരിട്ട് ഇമാമിനെ കാണുന്നോടത്തല്ല ഇരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ ജുമയാണ് പോയി, വർത്താനം പറഞ്ഞാൽ ആ ജുമയാണ് പോയി. ഇദാ ഖാല റജുലു ലിസാഹിബിഹി യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബു അൻസിത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 ആൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ജുമാക്ക് വർത്താനം പറയാൻ പറ്റാന്ന് അയാൾക്ക് അറിയാം. അപ്പൊ ഈ വർത്താനം പറയുന്ന ആളോട് പറഞ്ഞു, അൻസിത്, നീ മിണ്ടാതിരിക്കുക എന്ന് അവനോട് പറഞ്ഞാൽ ഫഖദ് ലഗാ, അവന്റെ ആ ജുമാ വെറുതെ ആയി. ലഗ്വ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെന്നാണ്, വെറുതെ ആയി പോയി എന്നാണ്. എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ മിണ്ടാൻ പാടില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ടി വരും. നമ്മൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്, അവന്റെ ഖുത്ബ ശ്രദ്ധ എന്ത് ചെയ്തു മാറിപ്പോയി. മാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടായി വരും. വളരെ ശ്രദ്ധിക്കണം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം മുസ്ലിം 1918 ഹദീസായിട്ട്, ഇമാം ബുഖാരി 934 ഹദീസായിട്ട് പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ജുമാക്ക് വർത്താനം പറഞ്ഞാൽ അവന്റെ ജുമാ വെറുതെ ആവുന്നതാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകതപ്പെട്ടതാണെന്ന് വരും ദിക്റുകളും ദുആകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിക്ർ ദുആകളെ നമ്മൾ വർദ്ധിപ്പിക്കുക. ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ല. ജുമാ കഴിഞ്ഞു പോയാലും നമ്മളെ കച്ചവടങ്ങളിലേക്കും കാര്യങ്ങൾക്കും വ്യാപൃതയാവുമ്പോൾ നമ്മൾ എന്തൊരു വെള്ളിയാഴ്ചയാണ്, ഒരു നല്ല ദിവസമാണ് എന്ന ഓർമ്മയോടുകൂടെയും ദിക്റോടുകൂടെയും നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഖുർആൻ ജുമായെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല സഹാബത്ത് പറഞ്ഞു, ഇന്നാ ലനജിദു ഫീ കിതാബില്ലാഹി ഫീ യൗമിൽ ജുമുഅത്തി സഅതൻ. എന്തിന്, വെള്ളിയാഴ്ച ജുമാക്ക് ഒരു സമയമുണ്ടെന്നാണ്. ആ സമയം ലാ യുവാഫിഖുഹാ ഇൻദ മുഅ്മിൻ യുസല്ലി യസ്അലുല്ലാഹ ഫീഹാ ഷൈഅൻ ഇല്ലാ ഖളാ ലഹു ഹാജതുഹു. അന്ന് ആ സമയത്ത് അവൻ സ്വലാത്ത് ചൊല്ലി അല്ലെങ്കിൽ അള്ളാഹുവോട് എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ചോദിച്ചാൽ അള്ളാഹ് ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണ്.
ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ നബി ആഖിറു സാ, ഒരു പകലിന്റെ അവസാന സമയത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ സമയം നിശ്ചയിച്ച സുഹൃത്തുക്കളെ? ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനും സ്വലാത്ത് ചെല്ലാനൊക്കെ പ്രത്യേകമായ ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ വേണമെന്നതാണ്. അതേപോലെ തന്നെ അൽക്കഹഫ് പാരായണം. നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്കൊരു അൽക്കഹഫ് ഓതാനുള്ള സമയം വെച്ച് വരികയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിഫലമാണ്. നേരത്തെ വന്ന പ്രതിഫലം കിട്ടി, ഖുർആൻ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടി. അൽക്കഹഫ് സൂറത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ എന്താണ്? അല്ലാഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ. ആ ഓതിന്റെ ഒരു വെളിച്ചുണ്ടല്ലോ മനസ്സിൽ, പ്രകാശം. ആ പ്രകാശം അടുത്ത വെള്ളിയാഴ്ച ഓതിന് വരെ ഉണ്ടാവുന്നതാണ്. ഒരാഴ്ചക്ക് ഒരു മനസമാധാനം കിട്ടാൻ ഒരു 20 മിനിറ്റ് നമ്മൾ ആകെ 100 ആയത്തോളമൊക്കെ വരുള്ളൂ. അത് നമ്മളൊന്ന് ഓതുകയാണെങ്കിൽ അത്ര നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളെ? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ജുമാ. ആ ജുമാന്റെ ശ്രേഷ്ഠ ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്. അതിന്റെ കുറേ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ്. നമ്മൾ ഈ സാധാരണ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മതി. അപ്പൊ നമ്മൾ കടയിൽ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ നടന്നു പോരുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ വെള്ളിയാഴ്ചയുടെ നിലയ്ക്ക് പ്രത്യേകമായി സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുന്നതിന് ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകം നമ്മളൊന്ന് ഓർമ്മിച്ചു വെക്കണം. ഒന്ന് ഏറ്റവും പ്രധാനം പാടില്ല, ജുമാ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വെള്ളിയാഴ്ചത്തെ ദിവസം ഒരു കാരണവശാലും ജുമാ നഷ്ടപ്പെടും. ഇപ്പം നമ്മളിവിടെയൊക്കെ ബ്ലോക്കാണ്. പല സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പാലത്തിലേക്ക് ബ്ലോക്കിൽ പെട്ട് ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ മുൻകൂട്ടി കാണണം, എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു പോവാം. ജുമാ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, യൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമാ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നഷ്ടപ്പെടുത്തുന്നവർ അതിൽ നിന്ന് വിരമിക്കട്ടെ എന്നാണ്. അല്ലെങ്കിൽ ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം വലയകൂനന്ന മിനൽ ഗാഫിലീൻ, ഹൃദയത്തിൽ സീല് വെക്കും, പിന്നെ അവൻ അശ്രദ്ധനായി പോകുന്നതാണ്. അവന്റെ ദീനിന്റെ ആ മനസ്സ് തന്നെ അവന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ജുമാ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന്, ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം അവസാനിച്ചിട്ട് ഇന്നലെ രാത്രി, ഈ വെള്ളിയാഴ്ചയുടെ തലേ രാത്രിയിലൊക്കെ ധാരാളമായിട്ട് ഉറക്കുവയ്ക്കും. ഇപ്പൊ നമ്മളൊന്നും പള്ളിയിൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും കാണില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം. ഉറങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തലേനാള് വെള്ളിയാഴ്ചയാണെന്നുള്ള ഒരു ഓർമ്മയോടുകൂടെ ഒന്ന് നേരത്തെ കടന്ന് നിൽക്കും. കാരണം ആ ജുമായുടെ ഏറ്റവും പ്രധാനമായ ആ സമയം ഖുതുബ ശ്രവിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പൊ അത് നമുക്കൊരാഴ്ചക്ക് കിട്ടുന്ന ഉത്ബോധനമാണ്. അത് ചെയ്താൽ നമ്മൾ ഉറക്കിക്കളഞ്ഞാൽ വലിയ നഷ്ടമാണ്. ഇത് വന്ന് ഇരുന്ന് ഖുതുബ ഇവിടെ നടക്കണ്, നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യണത്. അപ്പൊ നമ്മൾ ഉറങ്ങണത് വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും പല പള്ളികളിൽ നമ്മൾ പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അങ്ങനെ വരും, വന്ന് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങും. ഉറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആരാധനയുടെ ഉന്മേഷമില്ലാത്ത ഒരു അശ്രദ്ധയല്ലേ സുഹൃത്തുക്കളെ അത്. അത് നമ്മൾ വരാതിരിക്കാൻ വളരെയധികം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഞങ്ങൾ കുളി നഷ്ടപ്പെടരുത്. നമ്മൾ കുളിക്കാത്ത ഒരാളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാവും വെള്ളിയാഴ്ചയാണെന്നുള്ള നീയത്ത് കൊണ്ട് കുളിച്ച ആൾക്കാർ എത്ര ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വൈകി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് സ്ഥലത്തും നമ്മളുടെ ചില ആളുകളുടെ ഒരു പ്രകൃതിയാണ്. നമ്മളെ പറ്റി ആലോചിക്കണം. എവിടെ നമ്മൾ എത്തുകയാണെങ്കിലും ലാസ്റ്റ് എത്തുന്നത് നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക എങ്ങനെയാണെങ്കിൽ എവിടെയും അതായത് ഇന്നൊരു നമ്മുടെ 12:45 സ്ഥിരമായിട്ട് നമ്മളെ ജുമാ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു 12:30 ഇറങ്ങലെന്നുണ്ടെങ്കിൽ അതൊരു 12:20 ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു 12:10 ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഈ സമയത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ല. കച്ചവടം ചെയ്യുക എന്നുള്ളത് എന്താണ്? ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി നമ്മളോട് നിരോധിച്ചത് ബാങ്ക് കൊടുത്താൽ, ജുമാക്കുള്ള ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? പീഡിയന്റെ ഷട്ടർ വീണിരിക്കണം. നമ്മൾ ആ കച്ചവടം വ്യവഹാരങ്ങളിൽ പിന്നെ നമ്മൾ ഒരിക്കലും വ്യാപൃതരാൻ പറ്റാതെ ഈ സമയത്ത് നിരോധിച്ച നിഷിദ്ധമാക്കിയ ഒരു കാര്യമാവുന്ന. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, സെഫ് പൂർത്തിയാക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ സെഫ് പൂർത്തിയാക്കാതിരിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്.
നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സെഫ് ക്രമീകരിക്കണമെങ്കിൽ വളരെ പണിയാണ്. കാരണം സമയം ഭയങ്കരമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ സെഫുകളുടെ പൂർണ്ണത, നമസ്കാരം പൂർത്തിയാകാൻ വളരെ ബാങ്കിലും ഒന്നാമത്തെ സെഫിലുമുള്ള പുണ്യം ജനങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ അവിടെ നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും ആരാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളതെന്നാണ്. അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാകുന്നത്. അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു, പരമാവധി നമ്മൾ മറ്റുള്ളവരെ ചാടി കടന്നു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഖുതുബ അലസമായി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ വേറെ ചില കാര്യങ്ങളോട് ചേർത്ത് പറഞ്ഞു. വെള്ളിയാഴ്ച മാത്രം നോമ്പില്ല, വെള്ളിയാഴ്ചയാണല്ലോ നിലക്കൊരു സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ശനിയും വെള്ളി നോക്കണം, അല്ലെങ്കിൽ വ്യാഴം വെള്ളിയും എന്ത് ചെയ്യണം, നോൽക്കണം. അന്ന് പ്രത്യേകമായ ഒരു പുണ്യം വിചാരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമായിട്ട് വരണം. അതേപോലെ തന്നെ പിന്നെ ഇമാമിങ്ങൾക്കുള്ളതാണ് വെള്ളിയാഴ്ച ജുമാ ഖുതുബകൾ എന്ത് ചെയ്യുക, ദീർഘിപ്പിക്കാൻ പറ്റില്ല. ആളുകളൊക്കെ സമയം കണിശതയിലാണ് വരിക. അതൊക്കെ അവർ അവസാനിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്ന കൃത്യത പാലിക്കണം, നിസ്കാരത്തിലാണെങ്കിലും ഖുതുബയിലാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നിർബന്ധമായി അനുഷ്ഠിക്കുന്ന ഈ ഒരു ജുമാ നിർവഹിക്കുമ്പോൾ ഈ ആദാബുകളെ പാലിച്ചാൽ, ഈ മര്യാദകളെ പാലിച്ചാൽ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും. അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും. അത്രയും പുണ്യകരമായ ഒരു പ്രവർത്തനത്തിന് നീക്കിവെച്ച വിലപ്പെട്ട സമയം പാഴായി പോകാതിരിക്കാൻ അത് സഹായകമാകും. ജുമായുടെ പൂർണ്ണമായ പ്രതിഫലം അതിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നേടാൻ കഴിയുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജുമായെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സ്വഹാബി വനിതകളുമെല്ലാം ജുമാ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ തിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ നിരോധിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പള്ളിയിൽ 10 ദിവസം നബിയുടെ ഭാര്യമാർ ഇഅ്തികാഫിരുന്നു എന്ന് തന്നെ ഹദീസുകളിൽ വന്ന സ്ഥിതിക്ക് അത് തീർച്ചയായും പോയി. ജുമാക്ക് നമ്മൾ സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ ഭാര്യമാരെ കൂട്ടി വരിക, നമ്മുടെ മക്കളെ കൂട്ടി വരിക. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ എന്താണെന്നറിയുന്നത്, നമുക്കൊക്കെ ഇപ്പോൾ ഈ ആളുകളൊക്കെ പരിചയമുണ്ട്, ഈ ബന്ധങ്ങളുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായി? അവർക്കൊന്നും ഒരു സാമൂഹിക ബന്ധമില്ല. പലപ്പോഴും പല ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലൊക്കെ പോയി പഠിക്കും. അവിടെ നിന്ന് ജുമാക്ക് പോകാൻ അവസരം ഉണ്ടാവില്ല, വെള്ളിയാഴ്ച പള്ളി പോവില്ല. ഇപ്പൊ സാധാരണ ഈ കോച്ചിങ് സെന്ററുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞേക്കാം 2 വർഷം ജുമാ എന്ന് പറഞ്ഞ സംഗതിക്ക് പോയിട്ടില്ല. ഞാൻ പറയാം, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ ജുമായിൽ പങ്കെടുക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം. ഇതെന്താ, ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഒരുമിച്ച് കൂടുന്ന, അറഫ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഒന്നിച്ച് ഒരുമിച്ച് കൂടുന്ന ജുമാ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പള്ളിയിൽ വരുന്നു, പരസ്പരം കാണുന്നു, പരസ്പര ബന്ധങ്ങൾ പുതുക്കുന്നു, പരിചയപ്പെടുന്നു, ധാരാളമുണ്ട്. ഈ സാമൂഹിക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നില്ല, പൊതുസ്ഥലങ്ങളിൽ വരുന്നില്ല. ഇതൊക്കെ തന്നെ നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ മക്കളെന്നും നാട്ടിൽ ഒരാളും അറിയില്ല. ആർക്കും ഒരു മുസ്ലിം ആണെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്ക് അവരൊക്കെ ഒറ്റപ്പെട്ടു പോകും. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ ജുമായിൽ പങ്കെടുപ്പിക്കുവാനും നമ്മുടെ കൂടെ കൂട്ടാനും ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പരിശ്രമിക്കണം. ജുമാ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ആദാബുകൾ അവർക്ക് കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കുവാനും നമ്മുടെ പുതുതലമുറകൾക്ക് അത് പകർന്നു നൽകുവാനും നമ്മളെ മക്കളെ ആ തെർബിയത്തോടു കൂടെ വളർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ധാരാളം ആളുകൾ അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ, നമ്മൾ വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളെയും നീ കൊടുക്കണം റഹ്മാനെ. അവിടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ. മരണസമയത്തും ഖബറിലുമുള്ള എല്ലാ അദാബുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. എല്ലാ അമലുകളും നീ സ്വീകരിക്കത്തക്ക വെച്ച് നിർവഹിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على